ഓം ശാന്തി. 27/10/25. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, കോമളത്വവും ദേഹാഭിമാനമാണ്. പിണങ്ങുക, കരയുക, ഈ എല്ലാ ആസുരീയ സംസ്കാരങ്ങളും കുട്ടികളായ നിങ്ങളിൽ ഉണ്ടായിരിക്കുവാൻ പാടില്ല. ദുഃഖം, സുഖം, മാനം, അപമാനം എല്ലാം സഹിക്കണം. ചോദ്യം: സർവീസിൽ അയവ് വരുന്നതിൻ്റെ മുഖ്യമായ കാരണമെന്താണ്? ഉത്തരം: എപ്പോഴാണോ ദേഹാഭിമാനം കാരണം അന്യോന്യം കുറവുകൾ കാണുവാൻ തുടങ്ങുന്നത്, അപ്പോൾ സർവീസിൽ അയവ് വരുന്നു. പരസ്പരം യോജിപ്പില്ലാത്തവർ ആകുന്നതും ദേഹാഭിമാനമാണ്. എനിക്ക് ഇന്ന ആളുടെ കൂടെ നടക്കുവാൻ സാധിക്കില്ല, എനിക്ക് ഇവിടെ ഇരിക്കുവാൻ സാധിക്കില്ല. ഇതെല്ലാം കോമളത്വം ആണ്. ഈ വാക്ക് മുഖത്ത് നിന്നും വരിക, എന്നാൽ മുള്ളാവുക, ആജ്ഞ അനുസരിക്കാത്തവരാവുക എന്നാണ്. ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങൾ ആത്മീയ മിലിറ്ററിയാണ്. അതിനാൽ ഓർഡർ ഉണ്ടായി എങ്കിൽ ഉടൻ ഹാജരാകേണ്ടതാണ്. ഒരു കാര്യത്തിലും കേട്ടും കേൾക്കാത്ത ഭാവം കാണിക്കരുത്. ഓം ശാന്തി. ആത്മീയ പിതാവിരുന്ന് ആത്മീയ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. കുട്ടികൾക്ക് ആദ്യം ഈ ശിക്ഷണം ലഭിക്കുന്നു: സ്വയം ആത്മാവാണ് എന്ന് നിശ്ചയിക്കൂ. ദേഹാഭിമാനം ഉപേക്ഷിച്ച് ദേഹി അഭിമാനിയാകണം. നമ്മൾ ആത്മാവാണ്, ദേഹി അഭിമാനിയാകണം. അപ്പോഴാണ് ബാബയെ ഓർമ്മിക്കുവാൻ സാധിക്കുന്നത്. അതാണ് അജ്ഞാനകാലം, ഇതാണ് ജ്ഞാനകാലം. ജ്ഞാനമാണെങ്കിൽ ഒരേ ഒരു ബാബയാണ് നൽകുന്നത്. ആ ഒന്ന് സർവരുടെയും സദ്ഗതി ചെയ്യുന്നു. ആ ഒന്ന് നിരാകാരനാണ്. അതായത് ആ ഒന്നിന് ഏതെങ്കിലും മനുഷ്യ ആകാരമില്ല. ആർക്കാണോ മനുഷ്യന്റെ ആകാരമുള്ളത്, അവരെ ഭഗവാൻ എന്ന് പറയുവാൻ സാധിക്കില്ല. ഇപ്പോൾ ആത്മാക്കൾ എല്ലാവരും നിരാകാരിയാണ്. എന്നാൽ ദേഹാഭിമാനത്തിൽ വരുന്നതിലൂടെ സ്വയം ആത്മാവാണ് എന്നത് മറന്നുപോയി. ഇപ്പോൾ ബാബ പറയുന്നു, നിങ്ങൾക്ക് തിരികെ പോകേണ്ടതുണ്ട്. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. അപ്പോൾ ജന്മജന്മാന്തരങ്ങളിലെ പാപം ഭസ്മമാകും. മറ്റൊരു ഉപായവും ഇല്ല. ആത്മാവ് തന്നെയാണ് പതീതവും ആത്മാവ് തന്നെയാണ് പാവനവും ആകുന്നത്. ബാബ മനസ്സിലാക്കിച്ചു തന്നു, പാവന ആത്മാക്കൾ ഉള്ളത് സത്യയുഗത്തിലും ത്രേതായിലുമാണ്. പതീത ആത്മാവ് പിന്നെ രാവണ രാജ്യത്തിലാണ് ഉണ്ടാകുന്നത്. ഏണിപ്പടിയിലും മനസ്സിലാക്കിച്ചു തന്നു, ആരാണോ പാവനമായിരുന്നത് അവർ പതീതമായിരിക്കുന്നു. 5000 വർഷം മുമ്പ് നിങ്ങൾ എല്ലാ ആത്മാക്കളും ശാന്തിധാമത്തിൽ പാവനമായിരുന്നു. അതിനെ പറയുന്നത് തന്നെ നിർവാണധാമം എന്നാണ്. പിന്നെ കലിയുഗത്തിൽ പതീതമാകുന്നു. അപ്പോൾ നിലവിളിക്കുന്നു, ഹേ പതീത പാവന വരൂ എന്ന്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികളെ, പതീതത്തിൽ നിന്നും പാവനമാകുന്നതിൻ്റെ ഏതൊരു ജ്ഞാനമാണോ ഞാൻ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്, അത് കേവലം ഞാൻ മാത്രമാണ് നൽകുന്നത്. അത് പിന്നെ പ്രായലോപമാകുന്നു. ബാബയ്ക്ക് തന്നെ വന്ന് കേൾപ്പിക്കേണ്ടി വരുന്നു. ഇവിടെ മനുഷ്യർ അളവറ്റ ശാസ്ത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. സത്യയുഗത്തിൽ ഒരു ശാസ്ത്രവും ഉണ്ടായിരിക്കുന്നില്ല. അവിടെ ഭക്തിമാർഗം അംശം പോലുമില്ല. ഇപ്പോൾ ബാബ പറയുന്നു, നിങ്ങൾക്ക് എന്നിലൂടെ തന്നെയാണ് പതീതത്തിൽ നിന്നും പാവനമാകുവാൻ സാധിക്കുന്നത്. പാവന ലോകം തീർച്ചയായും ആവുക തന്നെ വേണം. ഞാൻ കുട്ടികളെ തന്നെയാണ് വന്ന് രാജയോഗം പഠിപ്പിക്കുന്നത്. ദൈവിക ഗുണങ്ങളും ധാരണ ചെയ്യണം. പിണങ്ങുക, കരയുക, ഇതെല്ലാം ആസുരീയ സ്വഭാവമാണ്. ബാബ പറയുന്നു, ദുഃഖം, സുഖം, മാനം, അപമാനം എല്ലാം കുട്ടികൾക്ക് സഹിക്കേണ്ടതുണ്ട്. കോമളത്വം പാടില്ല.
എനിക്ക് ഇന്ന സ്ഥാനത്ത് ഇരിക്കുവാൻ സാധിക്കുന്നില്ല എന്നതും കോമളത്വമാണ്. ഇവരുടെ സ്വഭാവം ഇങ്ങനെയാണ്, ഇവർ ഇങ്ങനെയാണ്, അങ്ങനെയാണ്. ഇതൊന്നും ഉണ്ടായിരിക്കുവാൻ പാടില്ലാത്തതാണ്. മുഖത്തിലൂടെ സദാ പുഷ്പങ്ങൾ തന്നെ വരണം, മുള്ളുകൾ വരാൻ പാടില്ല. എത്ര കുട്ടികളുടെ മുഖത്ത് നിന്നും വളരെയധികം മുള്ളുകൾ വരുന്നു. ആരോടെങ്കിലും ദേഷ്യപ്പെടുന്നതും മുള്ളാണ്. പരസ്പരം കുട്ടികൾക്ക് യോജിപ്പില്ലായ്മയും വളരെയധികം ഉണ്ട്. ദേഹാഭിമാനം ഉള്ളത് കാരണം അന്യോന്യമുള്ള കുറവുകൾ കാണുമ്പോൾ സ്വയം തന്നിൽ അനേകം പ്രകാരത്തിൽ കുറവുകൾ അവശേഷിക്കുന്നു. അതിനാൽ പിന്നെ സർവീസ് അയഞ്ഞു പോകുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഇതും ഡ്രാമ അനുസരിച്ച് ഉണ്ടാകുന്നതാണ്. നേരെയാവുകയും വേണം. മിലിറ്ററിക്കാർ യുദ്ധത്തിന് പോകുമ്പോൾ അവരുടെ ജോലി തന്നെ ശത്രുവുമായി യുദ്ധം ചെയ്യുക എന്നതാണ്. വെള്ളപ്പൊക്കം ഉണ്ടാവുകയാണ് എങ്കിൽ, എന്തെങ്കിലും കോലാഹലങ്ങൾ ഉണ്ടായി എങ്കിലും വളരെയധികം മിലിറ്ററിക്കാരെ വിളിക്കുന്നു. പിന്നെ മിലിറ്ററിക്കാർ തൊഴിലാളികളുടെയും മറ്റും ജോലി ചെയ്യുവാൻ തുടങ്ങുന്നു. ഗവൺമെന്റ് മിലിറ്ററിക്ക് ഓർഡർ കൊടുക്കുന്നു, ഈ മണ്ണ് മുഴുവൻ നിറയ്ക്കൂ എന്ന്. അഥവാ ആരെങ്കിലും വന്നില്ല എങ്കിൽ തോക്കിനെ നേരിടേണ്ടി വരും. ഗവൺമെന്റിന്റെ ഓർഡർ അംഗീകരിക്കേണ്ടി വരും. ബാബ പറയുന്നു, നിങ്ങളും സർവീസ് ചെയ്യുന്നതിന് ബാധ്യസ്ഥരാണ്. ബാബ എവിടെ സേവനത്തിനു വേണ്ടി പോകുവാൻ പറഞ്ഞാലും ഉടൻ ഹാജരാകേണ്ടതാണ്. അംഗീകരിച്ചില്ലെങ്കിൽ മിലിറ്ററി എന്ന് പറയില്ല. അവർ പിന്നെ ഹൃദയത്തിൽ കയറുന്നില്ല. നിങ്ങൾ സർവർക്കും സന്ദേശം കൊടുക്കുന്നതിൽ ബാബയുടെ സഹായികളാണ്. എവിടെയെങ്കിലും വലിയ മ്യൂസിയം തുറന്നു എന്നിരിക്കട്ടെ, 10 മൈൽ ദൂരെയാണ് എന്ന് പറഞ്ഞാലും സർവീസിന് പോകേണ്ടി വരും. ചിലവിനെ കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. പരിധിയില്ലാത്ത ബാബയുടെ വലുതിലും വലിയ ഗവൺമെന്റിന്റെ ഓർഡർ ലഭിക്കുകയാണ്. ആ ഒന്നിന്റെ റൈറ്റ് ഹാൻഡ് ധർമ്മരാജനാണ്. ആ ഒന്നിന്റെ ശ്രീമത്ത് അനുസരിച്ച് നടക്കാതിരുന്നാൽ പിന്നെ വീണു പോകും. ശ്രീമത്ത് പറയുന്നു, തൻ്റെ കണ്ണുകളെ സിവിൽ ആക്കി മാറ്റൂ. കാമത്തിന്റെ മേൽ ജയം നേടുന്നതിൻ്റെ ധൈര്യം വെക്കേണ്ടതാണ്. ബാബയുടെ ആജ്ഞയാണ്. നമ്മൾ അഥവാ അംഗീകരിക്കുന്നില്ല എങ്കിൽ പൂർണ്ണമായും തവിട് പൊടിയായി പോകും. 21 ജന്മങ്ങളുടെ രാജപദവിയിൽ നഷ്ടമുണ്ടാകുന്നു. ബാബ പറയുന്നു, എന്നെ കുട്ടികൾക്കല്ലാതെ ഒരിക്കലും ആർക്കും അറിയുവാൻ സാധിക്കില്ല. കഴിഞ്ഞ കൽപ്പത്തിലുള്ളവർ തന്നെ പതുക്കെ പതുക്കെ വന്നുകൊണ്ടിരിക്കും. ഇത് തികച്ചും പുതിയ പുതിയ കാര്യങ്ങളാണ്. ഇതാണ് ഗീതയുടെ യുഗം. പക്ഷേ ശാസ്ത്രങ്ങളിൽ ഈ സംഗമയുഗത്തിന്റെ വർണ്ണനയില്ല. ഗീതയിൽ തന്നെ ദ്വാപരയിൽ കൊണ്ടുപോയി. എന്നാൽ എപ്പോഴാണ് രാജയോഗം പഠിപ്പിച്ചത്? അത് തീർച്ചയായും സംഗമം ആയിരിക്കുമല്ലോ. എന്നാൽ ആരുടെയും ബുദ്ധിയിൽ ഈ കാര്യങ്ങളില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനത്തിന്റെ ലഹരി കയറിയിട്ടുണ്ട്. മനുഷ്യർക്കുള്ളത് ഭക്തിമാർഗത്തിന്റെ ലഹരിയാണ്. പറയുന്നു, ഭഗവാൻ തന്നെ വന്നാലും നമ്മൾ ഭക്തി വിടുകയില്ല എന്ന്. ഈ ഉയർച്ചയുടെയും പതനത്തിന്റെയും പടി വളരെ നല്ലതാണ്. എന്നിട്ടും മനുഷ്യരുടെ കണ്ണുകൾ തുറക്കുന്നില്ല. മായയുടെ ലഹരിയിൽ പൂർണ്ണമായും തവിട് പൊടിയായിരിക്കുന്നു. ജ്ഞാനത്തിന്റെ ലഹരി വളരെ വൈകിയാണ് കയറുന്നത്. ആദ്യമായി ദൈവിക ഗുണങ്ങളും ആവശ്യമാണ്. ബാബയുടെ ഏതെങ്കിലും ഓർഡർ ഉണ്ടായി എങ്കിൽ അതിൽ കേൾക്കാത്ത ഭാവം കാണിക്കരുത്. ഇത് എനിക്ക് ചെയ്യുവാൻ സാധിക്കില്ല എന്നതിന് ആജ്ഞ അനുസരിക്കാത്തവർ എന്ന് പറയും. ഇങ്ങനെ ചെയ്യണം എന്ന് ശ്രീമത്ത് ലഭിക്കുന്നു എങ്കിൽ മനസ്സിലാക്കണം, ശിവബാബയുടെ ശ്രേഷ്ഠ മതമാണ്. ആ ഒന്ന് സദ്ഗതി ദാതാവാണ്. ദാതാവ് ഒരിക്കലും തലകീഴായ മതം നൽകില്ല. ബാബ പറയുന്നു, ഞാൻ ഇദ്ദേഹത്തിന്റെ വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിൽ പ്രവേശിക്കുന്നു. നോക്കൂ, ഈ ഒന്നിനേക്കാൾ ലക്ഷ്മി ഉയരത്തിൽ പോകുന്നു. മഹിമയുമുണ്ട്.
ഫീമെയിലിനെ മുന്നിൽ വയ്ക്കാറുണ്ട്. ആദ്യം ലക്ഷ്മി, പിന്നെ നാരായണൻ. യഥാ രാജാ റാണി തഥാ പ്രജ ആകുന്നു. നിങ്ങൾക്കും ഇതുപോലെ ശ്രേഷ്ഠമാകേണ്ടതുണ്ട്. ഈ സമയത്ത് മുഴുവൻ ലോകത്തിലും രാവണ രാജ്യമാണ്. എല്ലാവരും രാമരാജ്യം വേണം എന്ന് പറയുന്നു. ഇപ്പോൾ സംഗമമാണ്. ഈ ലക്ഷ്മി നാരായണന്റെ രാജ്യമായിരുന്നപ്പോൾ രാവണ രാജ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെ ചേഞ്ച് ആകും? ഇതാരും അറിയുന്നില്ല. എല്ലാവരും ഘോരമായ അന്ധകാരത്തിലാണ്. മനസ്സിലാക്കുന്നു, കലിയുഗം ഇപ്പോൾ ചെറിയ കുട്ടിയാണ്, മുട്ടിൽ ഇഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനുഷ്യർ കൂടുതൽ നിദ്രയിൽ ഉറങ്ങിപ്പോയിരിക്കുന്നു. ഈ ആത്മീയ നോളജ് ആത്മീയ പിതാവ് തന്നെയാണ് ആത്മാക്കൾക്ക് നൽകുന്നത്. രാജയോഗവും പഠിപ്പിക്കുന്നു. ശ്രീകൃഷ്ണനെ ആത്മീയ പിതാവ് എന്ന് പറയില്ല. കൃഷ്ണൻ അല്ലയോ ആത്മീയ കുട്ടികളെ എന്ന് പറയുകയില്ല. ആത്മീയ നോളജ്ഫുള്ളായ ബാബ സ്പിരിച്വൽ നോളജ് ആത്മീയ കുട്ടികൾക്ക് നൽകുന്നു എന്നതും എഴുതേണ്ടതാണ്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ലോകത്തിൽ എല്ലാ മനുഷ്യരും ദേഹാഭിമാനിയാണ്. ഞാൻ ആത്മാവാണ് എന്നത് ആരും അറിയുന്നില്ല. ബാബ പറയുന്നു, ആരുടെയും ആത്മാവ് ലീനമാകുന്നില്ല. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, ദസറയും ദീപാവലിയും എന്താണ്. മനുഷ്യർ ഏതെല്ലാം പൂജയും മറ്റും ചെയ്യുന്നു, എല്ലാം ബ്ലൈൻഡ് ഫെയ്ത്ത് ആണ്. അതിനെ പാവകളുടെ പൂജ എന്ന് പറയുന്നു, കല്ലിന്റെ പൂജ എന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങൾ പവിഴ ബുദ്ധിയാകുന്നു. അപ്പോൾ കല്ലിന്റെ പൂജ ചെയ്യുവാൻ സാധിക്കില്ല. ചിത്രങ്ങളുടെ മുന്നിൽ പോയി ശിരസ് നമിക്കുന്നു, ഒന്നും തന്നെ മനസ്സിലാക്കുന്നില്ല. ജ്ഞാനം, ഭക്തി, വൈരാഗ്യം എന്ന് പറയുന്നു. ജ്ഞാനം പകുതി കൽപ്പം നടന്നു, പിന്നെ ഭക്തി ആരംഭിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കുന്നു, അപ്പോൾ ഭക്തിയോട് വൈരാഗ്യം വരുന്നു. ഈ ലോകം തന്നെ മാറുന്നു. കലിയുഗത്തിൽ ഭക്തിയാണ്, സത്യയുഗത്തിൽ ഭക്തി ഉണ്ടായിരിക്കുന്നില്ല. അവിടെ ഉള്ളത് തന്നെ പൂജ്യരാണ്. ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങൾ എന്തുകൊണ്ട് ശിരസ് നമിക്കുന്നു? പകുതി കൽപ്പം നിങ്ങൾ നെറ്റിയും ഉരസി പൈസയും പാഴാക്കി ഒന്നും ലഭിച്ചതുമില്ല. മായ പൂർണ്ണമായും നെറ്റി തേഞ്ഞതാക്കി ദരിദ്രമാക്കി മാറ്റി. പിന്നെ ബാബ വന്ന് സർവരുടെയും ശിരസ് നേരെയാക്കുന്നു. ഇപ്പോൾ പതുക്കെ പതുക്കെ കുറച്ച് യൂറോപ്യൻസും മനസ്സിലാക്കുന്നുണ്ട്. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, ഈ ഭാരതവാസികൾ തീർത്തും തമോ ഗുണിയായിരിക്കുന്നു. മറ്റു ധർമ്മത്തിലുള്ളവരാണെങ്കിൽ പിന്നീടാണ് വരുന്നത്. അപ്പോൾ സുഖവും കുറവാണ്, ദുഃഖവും കുറവാണ് ലഭിക്കുന്നത്. ഭാരതവാസികൾക്ക് സുഖം വളരെയധികമുണ്ട്, അപ്പോൾ ദുഃഖവും വളരെയുണ്ട്. തുടക്കത്തിൽ തന്നെ എത്ര ധനികരാണ്, പൂർണ്ണമായും വിശ്വത്തിന്റെ അധികാരിയായിരിക്കുന്നു. മറ്റ് ധർമ്മത്തിലുള്ളവരാരും ആദ്യം ധനികരാകുന്നില്ല, പിന്നീട് അഭിവൃദ്ധി നേടി നേടി ഇപ്പോൾ വന്ന് ധനികരായിരിക്കുന്നു. ഇപ്പോൾ പിന്നെ ഏറ്റവും അധികം യാചകനായതും ഭാരതമാണ്. അന്ധവിശ്വാസിയും ഭാരതമാണ്. ഇതും ഡ്രാമയിൽ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. ബാബ പറയുന്നു, ഞാൻ ഏതൊന്നിനെയാണോ ഹെവൻ ആക്കിയത് അത് ഹെല്ലായിരിക്കുന്നു. മനുഷ്യർ വാനര ബുദ്ധികൾ ആയിരിക്കുന്നു. അവരെ ഞാൻ വന്ന് ക്ഷേത്രത്തിൽ ഇരിക്കുവാൻ യോഗ്യരാക്കി മാറ്റുന്നു. വികാരം വളരെ കടുത്തതാണ്. എത്ര ക്രോധമാണുള്ളത്! നിങ്ങളിൽ ക്രോധം ഉണ്ടായിരിക്കുവാൻ പാടില്ലാത്തതാണ്. തികച്ചും മധുരവും ശാന്തവും അതിമധുരവുമാകും. ഇതും അറിയുന്നുണ്ട്, കോടിയിൽ ചിലർ തന്നെയാണ് വരുന്നത് രാജപദം നേടുന്നവർ. ബാബ പറയുന്നു, ഞാൻ വന്നിരിക്കുകയാണ് നിങ്ങളെ നരനിൽ നിന്നും നാരായണനാക്കുവാൻ. അതിലും അഷ്ടരത്നങ്ങളാണ് മുഖ്യമായി പാടപ്പെടുന്നത്.
8 രത്നങ്ങളും നടുവിൽ ബാബയും. 8 പേരാണ് പാസ് വിത്ത് ഓണർ. അതും നമ്പർ വാർ പുരുഷാർത്ഥമനുസരിച്ചാണ്. ദേഹാഭിമാനം ഇല്ലാതാക്കുന്നതിൽ വളരെയധികം പ്രയത്നമുണ്ടാകുന്നു. ദേഹത്തിന്റെ ബോധം പൂർണ്ണമായും മാറണം. ചിലരാണെങ്കിൽ ഉറച്ച ബ്രഹ്മജ്ഞാനികളായിരിക്കും. അവരുടേത് ഇങ്ങനെ ഉണ്ടാകുന്നു: ഇരുന്നിരുന്ന് ദേഹത്തിന്റെ ത്യാഗം ചെയ്യുന്നു. ഇരുന്നിരുന്ന് ഇങ്ങനെ ശരീരം ഉപേക്ഷിക്കുന്നു. വായുമണ്ഡലം പൂർണ്ണമായും ശാന്തമാകുന്നു. മിക്കവാറും പ്രഭാതത്തിലെ ശുദ്ധ സമയത്ത് ശരീരം ഉപേക്ഷിക്കുന്നു. രാത്രിയിൽ മനുഷ്യർ വളരെ മോശമായ കാര്യങ്ങൾ ചെയ്യുന്നു. രാവിലെ സ്നാനവും മറ്റും ചെയ്ത് ഭഗവാൻ ഭഗവാൻ എന്ന് പറയാൻ തുടങ്ങുന്നു. പൂജ ചെയ്യുന്നു. ബാബ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. എക്സിബിഷനിലും മറ്റും ആദ്യം നിങ്ങൾ അൽഫിന്റെ പരിചയം നൽകൂ. ആദ്യം അൽഫ്, പിന്നെ ബേ. അതായത് ആദ്യം ബാബ, പിന്നെ സമ്പത്ത്. ബാബയാണെങ്കിൽ ഒരേ ഒരു നിരാകാരനാണ്. രചയിതാവായ ബാബ തന്നെയാണ് ഇരുന്ന് രചനയുടെ ആദ്യ മധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം മനസ്സിലാക്കിച്ചു തരുന്നത്. ആ ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. ദേഹത്തിന്റെ സംബന്ധം ഉപേക്ഷിച്ച് സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി എന്നെ മാത്രം ഓർമ്മിക്കൂ. ബാബയുടെ പരിചയം നിങ്ങൾ നൽകുകയാണെങ്കിൽ പിന്നെ ആർക്കും ചോദ്യോത്തരങ്ങൾ നടത്താനുള്ള ധൈര്യം ഉണ്ടായിരിക്കില്ല. ആദ്യം ബാബയോടുള്ള നിശ്ചയം ഉറയ്ക്കണം. എന്നിട്ട് പറയൂ, 84 ജന്മങ്ങൾ ഇങ്ങനെ എടുക്കുന്നു എന്ന്. ചക്രത്തെ മനസ്സിലാക്കുകയും ബാബയെ മനസ്സിലാക്കുകയും ചെയ്തു എങ്കിൽ പിന്നെ ഒരു ചോദ്യവും ഉയരുന്നില്ല. ബാബയുടെ പരിചയം നൽകാതെ ബാക്കി നിങ്ങൾ ചിലച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ നിങ്ങളുടെ ടൈം വളരെ വേസ്റ്റായി പോകുന്നു. തൊണ്ട അടഞ്ഞു പോകുന്നു. ഏറ്റവും ആദ്യത്തെ കാര്യം അൽഫ് തന്നെ എടുക്കണം. ചിലച്ചുകൊണ്ടിരിക്കുന്നതിലൂടെ ഒന്നും മനസ്സിലാക്കുവാൻ സാധിക്കില്ല. തികച്ചും സിമ്പിൾ രീതിയിൽ പതുക്കെ ഇരുന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കണം. ആരാണോ ദേഹി അഭിമാനിയായിരിക്കുന്നത് അവർക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. വലിയ വലിയ മ്യൂസിയത്തിൽ നന്നായി മനസ്സിലാക്കിച്ചു കൊടുക്കുന്നവർ സഹായിക്കേണ്ടി വരും. കുറച്ച് ദിവസം തൻ്റെ സെന്റർ ഉപേക്ഷിച്ച് സഹായം നൽകുന്നതിന് വേണ്ടി വരണം. പിന്നീട് സെന്റർ പരിപാലിക്കാൻ ആരെങ്കിലും ഇരുത്തൂ. അഥവാ ഗദ്ദി പരിപാലിക്കുന്നതിന് യോഗ്യരായി ആരെയും തനിക്ക് സമാനം ആക്കിയിട്ടില്ല എങ്കിൽ ബാബ മനസ്സിലാക്കും ഒരു ഉപയോഗവും ഇല്ലാത്തതാണ്, സേവനം ചെയ്തിട്ടില്ല എന്ന്. സർവീസ് ഉപേക്ഷിച്ച് എങ്ങനെ പോകും എന്ന് ബാബയ്ക്ക് എഴുതുന്നു. ബാബ ആജ്ഞാപിക്കുകയാണ്, ഇന്ന സ്ഥാനത്ത് എക്സിബിഷൻ ഉണ്ട്, സേവനത്തിനായി പോകൂ. അഥവാ ഗദ്ദിക്ക് യോഗ്യരായി ആരെയും തയ്യാറാക്കിയിട്ടില്ല എങ്കിൽ നിങ്ങളെ കൊണ്ട് എന്ത് പ്രയോജനം? ബാബ ആജ്ഞാപിച്ചു, ഉടൻ ഓടിപ്പോകേണ്ടതാണ്. മഹാരഥികളായ ബ്രാഹ്മണി എന്ന് അവരെയാണ് പറയുന്നത്. ബാക്കിയുള്ളവരെല്ലാം കുതിര സവാരിക്കാരും കാലാൾ പടയുമാണ്. എല്ലാവരും സേവനത്തിൽ സഹായം നൽകണം. ഇത്രയും വർഷത്തിനുള്ളിലും നിങ്ങൾ ആരെയും തനിക്ക് സമാനമാക്കിയിട്ടില്ല എങ്കിൽ എന്തു ചെയ്യുകയായിരുന്നു? ഇത്രയും സമയം കൊണ്ടും സെന്റർ പരിപാലിക്കുന്ന മെസ്സഞ്ചർ തയ്യാറാക്കിയിട്ടില്ല. എങ്ങനെയുള്ള മനുഷ്യരാണ് വരുന്നത് അവരോട് സംസാരിക്കുന്നതിൻ്റെ ബുദ്ധിയും ആവശ്യമാണ്. മുരളിയും തീർച്ചയായും ദിവസവും പഠിക്കണം അഥവാ കേൾക്കണം. മുരളി പഠിച്ചില്ലെങ്കിൽ ആബ്സെന്റ് ആയതുപോലെയാണ്. കുട്ടികളായ നിങ്ങൾ മുഴുവൻ വിശ്വത്തെയും ചുറ്റി വളയണം. നിങ്ങൾ മുഴുവൻ വിശ്വത്തിൻ്റെയും സേവനം ചെയ്യുന്നുവല്ലോ. പതീത ലോകത്തെ പാവനമാക്കി മാറ്റുക, ഇത് ചുറ്റി വളയലാണല്ലോ. എല്ലാവർക്കും മുക്തി, ജീവൻ മുക്തി ധാമത്തിൻ്റെ വഴി പറഞ്ഞു കൊടുക്കണം.
ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കണം. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: വളരെ മധുരവും ശാന്തവും അതിമധുര സ്വഭാവമുള്ളവരാകണം. ഒരിക്കലും ക്രോധിക്കരുത്. തൻ്റെ കണ്ണുകളെ വളരെ വളരെ സിവിൾ ആക്കണം. ബാബ എന്ത് ആജ്ഞാപിക്കുന്നുവോ അതിനെ ഉടൻ അംഗീകരിക്കണം. മുഴുവൻ വിശ്വത്തെയും പതീതത്തിൽ നിന്നും പാവനമാക്കുന്നതിൻ്റെ സേവനം ചെയ്യണം, അതായത് ചുറ്റി വളയണം. വരദാനം: ബാബയുടെ ഓർമ്മയിലൂടെ അസന്തുഷ്ടതയുടെ പരിതസ്ഥിതികളിൽ സദാ സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഭൂതി ചെയ്യുന്ന മഹാവീരനായി ഭവിക്കട്ടെ. സദാ ബാബയുടെ ഓർമ്മയിലിരിക്കുന്നവർ ഓരോ പരിതസ്ഥിതിയിലും സദാ സന്തുഷ്ടമായി ഇരിക്കുന്നു. കാരണം നോളജിൻ്റെ ശക്തിയുടെ ആധാരത്തിൽ പർവ്വതം പോലെയുള്ള പരിതസ്ഥിതിയും കടുകുമണി പോലെ അനുഭവപ്പെടുന്നു. കടുകുമണി എന്നാൽ ഒന്നുമല്ല എന്നർത്ഥം. പരിതസ്ഥിതി അസന്തുഷ്ടതയുടേതായിരുന്നാലും ദുഃഖത്തിൻ്റെ സംഭവം ആയിരുന്നാലും ദുഃഖത്തിൻ്റെ പരിതസ്ഥിതിയിൽ സുഖത്തിൻ്റെ സ്ഥിതി ഉണ്ടായിരിക്കണം. അപ്പോൾ മഹാവീരൻ എന്ന് പറയും. എന്തും സംഭവിച്ചു കൊള്ളട്ടെ, നത്തിങ് ന്യൂ എന്നതിനോടൊപ്പം ബാബയുടെ സ്മൃതിയിലൂടെ സദാ ഏകരസ സ്ഥിതിയിൽ ഇരിക്കാൻ സാധിക്കും. പിന്നെ ദുഃഖത്തിൻ്റെ അശാന്തിയുടെ അലകൾ പോലും വരില്ല. സ്ലോഗൻ: തൻ്റെ ദൈവിക സ്വരൂപം സദാ സ്മൃതിയിൽ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ യാതൊരു വ്യർത്ഥ ദൃഷ്ടിയും ഉണ്ടാവുക സാധ്യമല്ല. അവ്യക്ത സൂചന: സ്വയവും സർവരെ പ്രതിയും മനസ്സിലൂടെ യോഗത്തിൻ്റെ ശക്തികളുടെ പ്രയോഗം ചെയ്യൂ. ഏതുപോലെ സയൻസിൻ്റെ ശക്തിയുടെ പ്രയോഗം ലൈറ്റിൻ്റെ ആധാരത്തിലാണ് നടക്കുന്നത്. അഥവാ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുകയാണെങ്കിലും കമ്പ്യൂട്ടർ മൈറ്റാണ്, എന്നാൽ ആധാരം ലൈറ്റാണ്. അതേപോലെ താങ്കളുടെ സൈലൻസിൻ്റെ ശക്തിയുടെയും ആധാരം ലൈറ്റാണ്. ആ പ്രകൃതിയുടെ ലൈറ്റ് അനേകം പ്രകാരത്തിലുള്ള പ്രയോഗം പ്രാക്ടിക്കലിൽ ചെയ്ത് കാണിക്കുന്നു എന്നിരിക്കെ താങ്കളുടെ അവിനാശി പരമാത്മാ ലൈറ്റ്, ആത്മീയ ലൈറ്റ്, ഒപ്പം പ്രാക്ടിക്കൽ സ്ഥിതിയുടെ ലൈറ്റ്, ഇതിലൂടെ എന്ത് പ്രയോഗമാണ് സാധ്യമാകാത്തത്? ഓം ശാന്തി. സ്ഥൂലമായും സൂക്ഷ്മമായും ഏകാന്തമായിരുന്ന ഞാൻ അന്തർമുഖി ആവുകയാണ്. ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ ബാബയുടെ സർവശ്രേഷ്ഠ ഖജനാവുകളുടെ അധികാരിയായ ആത്മാവാണ് ഞാൻ. ഈ അധികാരത്തിൻ്റെ ലഹരിയിലും സന്തോഷത്തിലും ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ സന്തോഷവും ലഹരിയും എന്നെ അധീനതകളിൽ നിന്നും സ്വതന്ത്രമാക്കുന്നു. ഈ വ്യക്തലോകത്തിൽ ഞാൻ അതിഥിയായി വന്നിരിക്കുകയാണ്. ഈ സ്മൃതിയുടെ സ്വരൂപമായി മാറുമ്പോൾ ഞാൻ വ്യക്തഭാവത്തിനും ഉപരി അവ്യക്തസ്ഥിതി അനുഭവിക്കുന്നു.
അവ്യക്ത സ്ഥിതിയിലിരിക്കുമ്പോൾ എനിക്ക് അവ്യക്ത വാഗ്ദാതയുമായി കൂടിക്കാഴ്ച നടക്കട്ടെ എന്ന സങ്കല്പം വരും. അവ്യക്ത ശരീരധാരിയായി ഞാൻ അവ്യക്ത ദേശത്ത് എത്തിച്ചേരുന്നു. ഈ പ്രകാശമയ ലോകത്തിൽ ജ്ഞാനസൂര്യൻ്റെയും സമ്പൂർണ്ണ ബ്രഹ്മാവിൻ്റെയും സംയുക്ത രൂപമായ ബാപ്ദാദയുടെ സാമീപ്യം ഞാൻ ദിവ്യബുദ്ധിയുടെ ആധാരത്തിൽ ദർശിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നു. സൂക്ഷ്മലോകത്തിൽ ഈ സൂക്ഷ്മസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ അവ്യക്ത ബാപ്ദാദയുടെ അലൗകിക സ്നേഹത്തിൻ്റെയും വരദാനങ്ങളുടെയും ദൃഷ്ടി എന്നിൽ പതിയുമ്പോൾ ആ അലൗകികമായ സ്നേഹത്തിൻ്റെയും അതീന്ദ്രിയ സുഖത്തിൻ്റെയും അനുഭവത്തിൽ ഞാൻ ലയിച്ചു ചേരുന്നു. ഈ അലൗകിക അവ്യക്ത കൂടിക്കാഴ്ച എത്ര ദിവ്യവും സുഖദായകവുമാണ്. മനസ്സിൻ്റെ വൃത്തി കൊണ്ടും അവ്യക്ത ദൃഷ്ടി കൊണ്ടും വിശ്വസേവനം ചെയ്യാനുള്ള പ്രേരണാദായകമായ ദൃഷ്ടി ബാപ്ദാദ എനിക്ക് തരുന്നു. ആ ശക്തി സ്വീകരിച്ചുകൊണ്ട് ഞാൻ വ്യക്തലോകത്തിലെ ഒരു അലൗകിക നക്ഷത്രമായി അവ്യക്ത ഫരിഷ്തയായി ശുദ്ധ വൃത്തിയിലൂടെയും ശുഭ ദൃഷ്ടിയിലൂടെയും ഈശ്വരീയ സ്നേഹത്തിൻ്റെയും ഈശ്വരീയ ഗുണങ്ങളുടെയും കിരണങ്ങൾ വിശ്വമാകെ